ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങളെല്ലാവരും RRBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. നോട്ടിഫിക്കേഷൻ എന്നല്ല, ഒരു ഷോർട്ട് നോട്ടീസാണ്. പുതിയ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ടീസാണ് വന്നിരിക്കുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലേ, നമ്മളൊക്കെ കാത്തിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ളൊരു ഡീറ്റെയിലും വെച്ചുള്ള ഷോർട്ട് നോട്ടീസാണ് റെയിൽവേ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു മാസം ഒരു 27-28 തീയതിയൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് ആയിട്ടുള്ള ഫുൾ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പം അതുവരെ നമുക്ക് അറിയാവുന്ന ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ ആയിട്ടുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം മെയിൻ ആയിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ്. അതിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 30 തൊട്ടാണ് കേട്ടോ. 2024 ജൂലൈ 30 തൊട്ടാണ്. രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29, 2024 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 month ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉള്ള സമയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മളൊരു ഫീ അടയ്ക്കണം. ആരുടെ ഫീയുടെ പേയ്മെന്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29 തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നെങ്കിലാണ് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം അല്ലേ, ഈ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിടെക് അതുപോലെ തന്നെ ഡിപ്ലോമയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ബിടെക് ഏതുമായിക്കോട്ടെ, സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ് തുടങ്ങിയതും അതിൻ്റെ അലൈൻഡ് ആയിട്ടുള്ള ബിടെക് കോഴ്സുകളും എല്ലാം എന്താണ് അവിടെ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരിക്കലും ഈ ഒരു നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യരുത്. കാരണം 2019 ഇതിനു മുമ്പ് ഈ RRB ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയത്. അതിനുശേഷം ഇപ്പം എത്രയായി, 2024 എത്തി നിൽക്കുവാണ് അല്ലേ. അപ്പം അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു പോസ്റ്റാണ്. നോക്കുക, ഏകദേശം 7934 വേക്കൻസി ഇപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനിയും എന്തുണ്ടാവും, വേക്കൻസികൾ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു അടിസ്ഥാനത്തിൽ ഓരോ വർഷവും കറക്റ്റ് ആയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണമെന്നാണ് RRB തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ, അതായത് ഒരു 4-5 മാസത്തിനുള്ളിൽ എക്സാം വരാനുള്ള ചാൻസ് ഉണ്ട് എന്നല്ല, ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് എക്സാമിന് 2 സ്റ്റേജ് ഉണ്ട്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അതായത് CBT 1 പാസ്സായവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CBT 2 അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് 1ഉം 2ഉം. അപ്പോൾ CBT 1 എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ 90 മിനിറ്റിലുള്ള എക്സാം ആണ്. കറക്റ്റായിട്ട് നമ്മുടെ ജനറൽ ടോപ്പിക്കൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ് CBT 1 എന്ന് പറയുന്നത്. അതേ സമയത്ത് CBT 2 ആണെങ്കിൽ 150 മാർക്കിൻ്റെ എക്സാം ആണ് വരുന്നത്. അത് 120 മിനിറ്റ് ആണ് എക്സാം ടൈം എന്ന് പറയുന്നത്. അതിലെ 50 മാർക്ക് ജനറൽ പേപ്പറും ബാക്കി 100 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പേപ്പറുമായിരിക്കും. സിവിലാണെങ്കിൽ സിവിലിൽ നിന്നുള്ള 100 മാർക്ക്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിൽ നിന്നുള്ള 100 മാർക്ക്. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു 100 മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാം ഡേറ്റ് കഴിഞ്ഞ് ഒരു 3-4 മാസത്തിനുള്ളിൽ എക്സാം വരും. അതായത് CBT 1 വരും. അപ്പം CBT 1 കഴിഞ്ഞിട്ട് അത് ക്വാളിഫൈ ചെയ്തിട്ട് മാത്രം CBT 2 പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. കാരണം ഒരു 1.5 മാസത്തിനുള്ളിൽ CBT 1 ശേഷമുള്ള ഒരു 1.5 മാസത്തിനുള്ളിൽ CBT 2 എക്സാമും നടക്കും. അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, രണ്ടും ഒരുമിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ CBT 1 മാത്രമാണ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, 18 to 36 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 33 വയസ്സ് വരെ ആയിരുന്നു. പക്ഷെ എന്താണ്, ഇപ്പോൾ ഏജ് റിലാക്സേഷൻ 3 വർഷം കൂടി ആക്കിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ ആയതുകൊണ്ട് തന്നെ അല്ലേ, കൊറോണ വന്നൊരു ടൈമൊക്കെ ആയി, കുറേ ഒരു ടൈം പോയതിൻ്റെ പേരിലാണ്. അങ്ങനെയുള്ളവർക്ക് അവസരം നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് 3 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വയസ്സെന്ന് പറയുന്നത് 18 to 36 ഇടയ്ക്കാക്കിയിരിക്കുന്നത്.
അതുപോലെ തന്നെ ഇതിന് ഫീസ് ഉണ്ട്. ഫീസ് 500 രൂപയാണ് കേട്ടോ. ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ് ഫീസ്. ഇനി SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 250 രൂപയാണ്. അതുപോലെ PH ബാക്കി എല്ലാ റിസർവേഷൻകാർക്കും 250 രൂപയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ നമുക്ക് ഫീസ് റീഫണ്ട് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും CBT 1 എഴുതിയവരാണെങ്കിൽ ഇതിൻ്റെ 400 രൂപ റീഫണ്ട് കിട്ടും. ഓക്കെ, അതേസമയത്ത് എക്സാം എഴുതിയില്ലെങ്കിൽ റീഫണ്ട് കിട്ടത്തില്ല. CBT 1 എഴുതിയിട്ടുണ്ടെങ്കിൽ 400 രൂപ റീഫണ്ട് കിട്ടും. അപ്പം നമ്മൾ ഇതിലെ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിനെ കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ കൂടെ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റ് മാത്രമല്ല, കെമിക്കൽ സൂപ്പർവൈസർ, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റും ഇതിനൊപ്പം ഉണ്ട്. അതിന് ഏകദേശം ഇപ്പോൾ 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഏകദേശം 7951 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, നല്ലൊരു ജോലി സാധ്യതയുള്ള അല്ലെ, റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ആരും ഈ അവസരം ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ നോക്കുക, ഇത്രയും വേക്കൻസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിത്തത്തിൽ ഉഴപ്പും വരുത്തരുത്. കാരണം എന്താണ്, ഇത് ഇന്ത്യ മുഴുവനുള്ള വേക്കൻസിയാണ് അല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, പല RRBകൾ ഉണ്ടാകും. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു RRBക്ക് മാത്രമാണ്. തിരുവനന്തപുരം പോലെ ഒരു RRBക്ക് മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പം അറിയത്തില്ല. റെയിൽവേ അത് 27, 28 ഒക്കെ ആകുമ്പോഴേക്കും ഇറക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് നടന്ന നോട്ടിഫിക്കേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് ഏത് പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ പോസ്റ്റിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് അവർ കൂടുതലും PSC മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ BTech ആയിക്കോട്ടെ, ഡിപ്ലോമ പഠിച്ചവരൊക്കെ ആണെങ്കിലും PSC മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ എക്സാംസും വരുന്നുണ്ട് നമുക്ക്. അതെന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അല്ലേ, നമ്മുടെ സബ്ജക്റ്റ് വൈസ് നോളേജ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഇതിനേക്കാളും ഉയർന്ന ഒരു പോസ്റ്റിംഗ് ആണ് അല്ലേ ഇങ്ങനത്തെ ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ടെക്നിക്കലായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇതുപോലത്തെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിയണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്